നമ്മളിൽ പലരും ധരിച്ചു വെച്ചേക്കുന്നത് അതായത് എയർ പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബബിൾസ് വരുന്നത് കൊണ്ടാണ് വെള്ളത്തിലേക്ക് ഓക്സിജൻ റിലീസ് ആവുന്നതെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറൻ്റ് ആണ്. ഞാനും അങ്ങനെ തന്നെയാണ് ധരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് എയർ പമ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ എയർ സ്റ്റോൺ ഇട്ട് കൊടുക്കും. എയർ പമ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് എയർ പുറത്തേക്ക് വരുമ്പോൾ ഈ എയർ സ്റ്റോൺ വഴി ബബിൾസ് ഇതുപോലെ പുറത്തേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ബബിൾസ് പോകുന്ന സമയത്താണ് വെള്ളത്തിലേക്ക് ഓക്സിജൻ ഡിസോൾവ് ആവുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒട്ടുമുക്ക ആൾക്കാർ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല ശരിക്കും ഈ വെള്ളത്തിലേക്ക് ഡിസോൾവ്ഡ് ഓക്സിജൻ സപ്ലൈ ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ബബിൾസ് ജസ്റ്റ് വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിലേക്ക് ഡിസോൾവ്ഡ് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം ഈ ബബിൾസ് വളരെ ഫാസ്റ്റായിട്ടാണ് അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്നത്, അവിടെ വെച്ച് പൊട്ടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഫാസ്റ്റായിട്ട് ബബിൾസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ബബിൾസിനകത്തുള്ള ഓക്സിജനെ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവാനായിട്ട് കിട്ടുന്ന സമയം വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ ബബിൾസ് വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ ചെന്നിട്ട് പൊട്ടുന്ന സമയത്ത് അതിനകത്തുള്ള എയർ അന്തരീക്ഷത്തിലേക്ക് റിലീസ് ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ചെന്നിട്ട് ആ ഒരു ബബിൾസ് പൊട്ടുന്ന സമയത്ത് കുറേ ഗ്യാസ് അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ലയിച്ചു പോകും. അപ്പോൾ അവിടെ കുറേ ഓക്സിജൻ നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ എയർ പമ്പിലൂടെ പമ്പ് ചെയ്ത് വരുന്നത് എയർ ആണ്. അതിനകത്ത് പലതരത്തിലുള്ള വാതകങ്ങളുണ്ട്. അതിലൊന്നാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഈ ഓക്സിജൻ്റെ അനുപാതം എന്ന് പറയുന്നത് 21%. ബാക്കി 78% നൈട്രജൻ ഗ്യാസ് ആണുള്ളത്. പിന്നെ ബാക്കി വരുന്ന ശതമാനം എന്ന് പറയുന്നത് പലതരം വാതകങ്ങളാണ്. അതുപോലെ തന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം H2O ആണ്, അതായത് ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ആണ്. അതുകൊണ്ട് ഓക്സിജന് പെട്ടെന്ന് ലയിക്കാനായിട്ട് എളുപ്പമാണ് വെള്ളത്തിൽ. അപ്പോൾ എയർ പമ്പിലൂടെ എയർ വഴി വെള്ളത്തിലേക്ക് വരുന്നത് ബബിൾസ് ആയിട്ട് വരുന്നത് 21% ഓക്സിജൻ ആണ്. ഈ ബബിൾസ് ആണ് വളരെ പെട്ടെന്ന് മുകളിലേക്ക് പോകുമ്പോൾ, അതായത് വെള്ളത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്യാനായിട്ടുള്ള ടൈം പോലും കിട്ടുന്നില്ല. അതായത് ഈ ബബിൾസിനകത്തുള്ള ഓക്സിജന് ഇത് മുകളിൽ പോയിട്ട് പൊട്ടുന്ന സമയത്ത് അന്തരീക്ഷത്തിലേക്ക് കുറേ ഗ്യാസ് അവിടെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ബബിൾസ് വരുന്ന സമയത്ത് വെള്ളത്തിലേക്ക് എങ്ങനെയാണ് ഓക്സിജൻ കിട്ടുന്നത്? ഓക്സിജൻ കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പം നമ്മുടെ പലരുടെയും വിചാരം ഇതിൽ നിന്നാണ് വെള്ളത്തിലേക്ക് ഓക്സിജൻ കിട്ടുന്നതെന്നാണ്. പക്ഷേ അത് തെറ്റാണ്. അതായത് ഓക്സിജൻ കിട്ടുന്നുണ്ട്, പക്ഷേ വളരെ കുറഞ്ഞ ശതമാനത്തിലാണ് വെള്ളത്തിലേക്ക് ഓക്സിജൻ ഡിഫ്യൂസ് ആവുന്നത്, അതായത് ഡിസോൾവ് ആയി വരുന്നത്. അപ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടോ പിന്നെ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിൽ വെള്ളത്തിലേക്ക് ഓക്സിജൻ ഡിസോൾവ് ആവുന്നതെന്നുള്ളത്. ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ ഈ ബബിൾസ് ഉണ്ടാക്കുന്ന എജിറ്റേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ്, ആ ഒരു സമയത്താണ് ശരിക്കും ഈ വെള്ളത്തിലേക്ക് ഓക്സിജൻ ഡിസോൾവ് ആവുന്നത്. ഇങ്ങനെ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന എജിറ്റേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ്, ഇതിനെയാണ് നോർമലി നമ്മൾ സർഫസ് എജിറ്റേഷൻ എന്ന് പറയാറുള്ളത്. ഇങ്ങനെ സർഫസ് എജിറ്റേഷൻ നടക്കുന്ന സമയത്താണ് വെള്ളത്തിലേക്ക് മെയിനായിട്ട് ഓക്സിജൻ ഡിസോൾവ് ആവുന്നത്. അതായത് എയർ പമ്പിലൂടെ പുഷ് ചെയ്യുന്ന ആ ഒരു എയർ ബബിൾസ് ആയിട്ട് മുകളിലേക്ക് വരുന്നു. ഇത് കോൺസ്റ്റൻ്റ്ലി മുകളിലേക്ക് വന്ന് പൊട്ടുന്നു. ആ സമയത്ത് സർഫസിൽ ഉണ്ടാകുന്ന ആ ഒരു എജിറ്റേഷൻ, ഈ സമയത്ത് അന്തരീക്ഷത്തിലുള്ള എയർ ആണ് വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവുന്നത്. അതുപോലെ വെള്ളത്തിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് റിലീസ് ആവുന്നുണ്ട്, അതായത് അന്തരീക്ഷത്തിലേക്ക് റിലീസ് ആവുന്നുണ്ട്. ഇതിനെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്സിജൻ ഇൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഔട്ട്. ഇതിന് കാരണമാകുന്നതാണ് സർഫസ് എജിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് സർഫസ് എജിറ്റേഷൻ ആണ്. ഇതുവഴിയാണ് വെള്ളത്തിലേക്ക് ഡിസോൾവ്ഡ് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്. അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജനാണ് ഈ സമയത്ത് വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, വെള്ളത്തിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് റിലീസ് ആവുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ എയർ പമ്പിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെയൊക്കെ പണ്ടത്തെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ജസ്റ്റ് ബബിൾസ് പോകുമ്പോൾ ബബിൾസിൽ നിന്നാണ് അക്വേറിയത്തിലേക്ക് അല്ലെങ്കിൽ ഫിഷ് ടാങ്കിലേക്ക് ഓക്സിജൻ വരുന്നതെന്നാണ് മെജോറിറ്റി ആൾക്കാരുടെയും വിചാരം. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് എയർ പമ്പിൻ്റെ യഥാർത്ഥ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ടുള്ള ഓക്സിജൻ വെള്ളത്തിലേക്ക് വരുന്നത് ഈ ബബിൾസ് ഇതുപോലെ മുകളിലേക്ക് പോയി പൊട്ടി അവിടെ സർഫസിൽ ഒരു എജിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജൻ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവുന്നത്. അല്ലാതെ ഈ ബബിൾസിൽ നിന്ന് വെള്ളത്തിലേക്ക് റിലീസ് ആവുന്നതിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ എൻ്റെ റീസണാണ് നേരത്തെ പറഞ്ഞത്. ഇതുപോലെ ഫാസ്റ്റായിട്ടാണ് ബബിൾസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള ആ ഒരു 21% ഓക്സിജന് ഈ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവാനുള്ള, ഡിഫ്യൂസ് ആവാനുള്ള ടൈം ശരിക്കും കിട്ടുന്നില്ല. മാത്രമല്ല മുകളിൽ വന്ന് പൊട്ടുന്ന സമയത്ത് അതിനകത്തുള്ള ഗ്യാസ്, അതായത് ആ ബബിൾസിനകത്തുള്ള എയർ അന്തരീക്ഷത്തിലേക്ക് കുറേ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ വെള്ളത്തിലേക്ക് ഓക്സിജൻ കിട്ടുന്നത് സർഫസ് എജിറ്റേഷൻ വഴിയാണ്. അന്തരീക്ഷത്തിൽ നിന്നാണ് ഓക്സിജൻ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും ആ സമയത്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. ഇതിനെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്ന്, പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ളൊരു സംഭവത്തെക്കുറിച്ചൊന്നും ഞാൻ മറ്റ് ചാനലുകളിൽ പറഞ്ഞ് കേട്ടിട്ടില്ല. ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവായിരുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒരു തംസ് അപ്പ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മീനുകളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ കാണുന്ന സബ്മേഴ്സിബിൾ പമ്പിൻ്റെ ഫംഗ്ഷൻ കണ്ടില്ലേ? എയർ പമ്പ് മാത്രമല്ല, ഇതുപോലുള്ള സബ്മേഴ്സിബിൾ പമ്പുകളുടെയും മെക്കാനിസം അത് തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇതൊരു ഫിൽറ്റർ പമ്പാണ്. ഇതിൻ്റെ അടിഭാഗത്ത് കൂടി വെള്ളം വലിച്ചെടുത്തിട്ട് ആ കാണുന്ന ഔട്ട്ലെറ്റ് വഴിയാണ് വെള്ളം പുറത്തേക്ക് തള്ളുന്നത്. അതിലേക്ക് നമ്മളൊരു എയർ ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു വെള്ളം പുറത്തേക്ക് തള്ളുന്നതിനോടൊപ്പം എയർ ബബിൾസും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്നത് നേരത്തെ നമ്മൾ എയർ പമ്പിൽ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. അതായത് എയർ ട്യൂബ് വഴിയാണ് എയർ ഈ ഒരു ഔട്ട്ലെറ്റ് വഴി പുറത്തേക്ക് വരുന്നത്, വെള്ളത്തോടൊപ്പം പുറത്തേക്ക് വരുന്നത്.
അപ്പോൾ ആ ബബിൾസിൽ നിന്ന് വരുന്ന എയർ അല്ലെങ്കിൽ ഓക്സിജൻ അല്ല വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവുന്നത്. കുറച്ച് ശതമാനം ഡിസോൾവ് ആവുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു, തീരെ കുറഞ്ഞ ഒരു ശതമാനത്തിൽ. പക്ഷേ മെജോറിറ്റി ഓക്സിജനും വരുന്നത് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സർഫസ് എജിറ്റേഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ ടോപ്പിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഡിസ്റ്റർബൻസിൽ നിന്നാണ്. കണ്ടില്ലേ, ഉപരിതലത്തിൽ നിങ്ങൾ നോക്കിയാൽ നല്ല രീതിയിൽ വെള്ളം ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ഈ സമയത്താണ് അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജൻ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവുന്നത്. അപ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എയർ പമ്പിൻ്റെ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷനെ കുറിച്ച്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പൊതുവെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്. ചില സമയത്ത് ഞാൻ എടുത്ത് പറയാറുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെന്ന് പറഞ്ഞിട്ട്. അത് പ്രോപ്പറായിട്ട് അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഒറ്റ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽസിലേക്ക് ചിലപ്പോൾ എല്ലാവർക്കും എത്താൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇത്തരത്തിലുള്ള ഈ എയർ പമ്പിൻ്റെ ഫംഗ്ഷനൊക്കെ എല്ലാവരും വളരെ സില്ലി ആയിട്ട് വിചാരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മൾ സിമ്പിളായിട്ട് കാണുന്ന കാര്യമാണ് അല്ലേ, എയർ ബബിൾസ് വരുന്നു, അതിൽ നിന്ന് ഓക്സിജൻ കിട്ടുന്നു. പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഡിസ്റ്റർബൻസ് വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എജിറ്റേഷൻ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ നടക്കുന്നുണ്ടോ, അത്രത്തോളം എയർ അല്ലെങ്കിൽ ഓക്സിജൻ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.